ഉല്ലാസ് ബാബു, ഇതിനെ അങ്ങനെ ഇതിനെ കൊണ്ട് ആഘോഷിക്കേണ്ടതില്ല, ഇങ്ങനെ കൊണ്ട് നടക്കേണ്ടതില്ല, അങ്ങനെ ഒരു പ്രൊപ്പഗാണ്ടയിലേക്ക് പോകേണ്ടതില്ല. നോക്കൂ, ബഹുമാനനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞ ആരിഫ് അല്ലേ, അദ്ദേഹത്തിൻ്റെ ആരിഫ് ഹുസൈൻ, യെസ്, എൻ്റെ അടുത്ത് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളെ അദ്ദേഹത്തിൻ്റെ ആരിഫ് ഹുസൈൻ ജി പറഞ്ഞ കാര്യത്തിന് പോസിറ്റീവായിട്ടുള്ള വിമർശനമായിട്ട് എടുക്കുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിന് നമ്മൾ മറുപടി പറയണമല്ലോ. BJP സംസ്ഥാന അധ്യക്ഷനും BJP ജനറൽ സെക്രട്ടറിമാരും വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു, ഈ സിനിമയ്ക്കകത്ത് ഞങ്ങൾക്കൊരു രാഷ്ട്രീയമില്ല. അതിലെന്താ സംശയമുള്ളത്? പിന്നെ എവിടെയാണ് ഇതിനകത്ത് BJP പ്രതിനിധികൾ അഭിപ്രായം പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഈ സിനിമയ്ക്കകത്തുള്ള രാഷ്ട്രീയമോ അല്ലെങ്കിൽ സിനിമ കാണാൻ പാടില്ല എന്നോ സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ള യുദ്ധ മുഖത്ത് പറയുന്ന പോലെ കാര്യങ്ങളൊന്നുമല്ലല്ലോ ഞങ്ങൾ പറഞ്ഞത്. ഇവിടുത്തെ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ ഞാനും അനിൽ നമ്പ്യാരും അടങ്ങുന്ന ആളുകൾ ഇവിടുത്തെ പ്രേക്ഷകർ തന്നെയാണ്. നമുക്ക് രാഷ്ട്രീയമുണ്ടാകാം, അല്ലെങ്കിൽ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം. പക്ഷേ ഇവിടുത്തെ പ്രേക്ഷകർ ഒരു കാര്യം കാണുന്ന സമയത്ത് പല പ്രേക്ഷകരും അവർ BJP-ക്കാരായിരിക്കാം, സംഘപരിവാറായിരിക്കാം, കമ്മ്യൂണിസ്റ്റ് ആയിരിക്കാം, കോൺഗ്രസ് ആയിരിക്കാം, പല വിഭാഗക്കാരായിരിക്കാം. അവർക്ക് കോമൺ ആയിട്ട് തോന്നുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങളുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം അവർക്കുണ്ടാവുകയാണ്. അവരാണ് ഇതിനെ എതിർക്കുന്നത്. അവിടെ BJP-യെയും സംഘപരിവാറിനെയും ഇതിനകത്ത് കോർത്തിണക്കുമ്പോഴാണ് ഇവരുടെ എന്ത് ചിന്താഗതി വിജയിക്കുകയുള്ളൂ. ഇതിനെ എന്താണോ ഇവർ ഉദ്ദേശിച്ചത് ആ ഗൂഢലക്ഷ്യം വിജയിക്കുകയുള്ളൂ എന്നുള്ള നിലപാട് അവരെടുത്തത് ശരിയല്ല എന്നാണ് പറയപ്പെടുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഇപ്പം അദ്ദേഹം പറഞ്ഞു ഫ്രീ സ്പീച്ച്, ശരിയാണ് ശ്രീ അനിൽ നമ്പ്യാർ, ഫ്രീ സ്പീച്ചിനുള്ള അവകാശം നമുക്കെല്ലാം ഉണ്ട്. അനിൽ നമ്പ്യാരോട് എൻ്റെ അഭിപ്രായം പറയാനും വിമർശിക്കാനും എനിക്ക് അവകാശമുണ്ട്. പക്ഷേ എടോ അനിൽ നമ്പ്യാരെ താൻ കൊള്ളരുതാത്ത വൃത്തികെട്ട തെമ്മാടിയാടോ എന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല. ഉണ്ടോ? ഫ്രീ സ്പീച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഫ്രീ സ്പീച്ച് എന്ന് പറയപ്പെടുന്നത് അനിൽ നമ്പ്യാർ ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ പറയാൻ പാടില്ല, അനിൽ നമ്പ്യാർ അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറയാൻ പാടില്ല, അനിൽ നമ്പ്യാരുടെ ചരിത്രം എനിക്കറിയില്ലെങ്കിൽ ആ ചരിത്രത്തെ വളച്ച് ഞാൻ പറയാനും പാടില്ല. ഫ്രീ സ്പീച്ച് എന്ന് പറയപ്പെടുന്നത് എനിക്ക് തോന്നിയത് തോന്നിയെങ്കാവ് പോലെ പറയാന്നുള്ളതല്ലല്ലോ. അപ്പോൾ ഇവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആ കണ്ടന്റ് ഒരു കാലഘട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന സമയത്ത് ആ വിഷയത്തെ കൃത്യമായി പഠിക്കാൻ തയ്യാറാകണം. നമ്പർ 1. ആ വിഷയത്തിൻ്റെ നീതിന്യായ സംവിധാനങ്ങൾ എന്തെല്ലാം പറഞ്ഞു എന്നുള്ളത് പഠിക്കാൻ തയ്യാറാക്കണം. നമ്പർ 2. നമ്പർ 3, ആ വിഷയം സമൂഹത്തിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യ പ്രവർത്തകർക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് പുറകിൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് വിഷയം. അതാണ് പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ആ അജണ്ടയ്ക്കനുസരിച്ച് അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ നടന്നൊരു വലിയ ദുരന്തത്തെ ഈ സമൂഹത്തിന് തെറ്റായ മെസ്സേജ് കൊടുക്കുന്ന രീതിയിലേക്ക് കൊടുക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു എന്താണ്, ഇപ്പം എനിക്കോ അദ്ദേഹത്തിനോ ഈ മാധ്യമത്തിൽ വന്ന് ചർച്ച ചെയ്യാം, പക്ഷേ എല്ലാവർക്കും അതേപോലെ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ലല്ലോ. അപ്പൊ നാളെ ഇതല്ല ഇതിന്റെ സത്യം എന്ന് പറഞ്ഞ് വേറൊരു സിനിമ ഉണ്ടാക്കലല്ല, വേറെ സിനിമ ഉണ്ടാക്കാൻ സാധ്യമാവും. അപ്പൊ അവിടെ നമ്മൾ ഫ്രീ സ്പീച്ചിന്റെ മറ പിടിച്ചുകൊണ്ട് ഒരു കാര്യത്തെ വളച്ചൊടിച്ച് വക്രീകരിച്ച് ഈ സമൂഹത്തിന് മുമ്പിൽ ഇവർ വിതറുന്ന സമയത്ത് ആ സമൂഹത്തിലെ ആളുകൾ അത് വിശ്വസിച്ചു പോകുന്ന സമയത്ത് ഒരു വലിയ വിഷയത്തെ എന്ന് പറഞ്ഞാൽ ഈ സമൂഹം ഒരു കാരണവശാലും അംഗീകരിക്കാത്ത, ഈ സമൂഹം എതിർത്തിട്ടുള്ള, ഈ സമൂഹത്തിൽ നടക്കാൻ പാടാത്ത ആ വിഷയത്തെ എന്താണോ സത്യം അതിനെ നേരെതിരെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പറഞ്ഞാൽ അവിടെ നമ്മൾ ഇതേപോലെ പ്രതികരിക്കേണ്ടി വരുന്നത് എങ്ങനെയാണ്? പ്രേക്ഷകൻ എന്ന രീതിയിൽ എങ്ങനെയാണ് നമുക്ക് പ്രതികരിക്കേണ്ടി വരുന്നത്? അത് നാളെ സമൂഹത്തിന് കൊടുക്കുന്ന പൊട്ട മെസ്സേജ് തന്നെയല്ലേ. ആ മെസ്സേജ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? പിന്നെ പറയുന്നത് അത് നമുക്ക് ചർച്ച ചെയ്യാനുള്ള അവസരമല്ലേന്ന്. ഇല്ല സാറേ, എത്ര ദിവസം കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യും? 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം, അത്രയല്ലേ ചർച്ചയുള്ളൂ. പിന്നെ കത്തി വെക്കണത് അത് വിജയമല്ല, കത്തി വെക്കരുതായിരുന്നു എന്ന് പറഞ്ഞു. കത്തി വെക്കരുതായിരുന്നുവെങ്കിൽ അനിൽ നമ്പ്യാരെ ഈ സംഭവങ്ങൾ, ഇവർ പറയുന്ന ഈ കണ്ടന്റുകൾ ഈ കേരള സമൂഹത്തിനകത്തും ഇതിനകത്തും ഇവർ കൊണ്ടുപോയി ലാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്ലാന്റ് ചെയ്യുന്നത് വലിയ വിപത്തിന്റെ തുടക്കത്തിലേക്കാണ്. അതുകൊണ്ടാണ് ആ വിഷയത്തിന്റെ മെറിറ്റ് ചർച്ച ചെയ്യപ്പെടണമെന്ന് പറയപ്പെടുന്നത്. ആ മെറിറ്റ് ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾ 2 ദിവസമാണ്. അല്ലെങ്കിൽ വേറെ ഒരുത്തനുള്ള സാധാരണക്കാരന് പോയിട്ട് ഇതല്ല സത്യം, ഇതാണ് യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ഇതാണ് അതിന്റെ നിയമശൈലി, ഇതാണ് ആ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞ് മറ്റൊരു കോടിക്കണക്കിന് രൂപ 100 കോടിയും 50 കോടിയും കൊടുത്ത് സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഈ സിനിമ മാർക്കറ്റ് ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നം ഇതിനകത്ത് ഒരൊറ്റ മിനിറ്റ് പറയാൻ നിർത്താം. ഇതിൽ ലൈക്ക് പിന്മാറിയ കാര്യം ഞാൻ പറഞ്ഞു. ഇതിൽ നിന്ന് സിനിമ മേഖല നേരിടുന്ന സൂത്രപ്പണികൾ ഞാൻ പറഞ്ഞു. ഇതിൽ ബുക്ക് മൈ ഷോ കാണിച്ചിട്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ പറഞ്ഞു. ഇത്യാദി മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിച്ച് പുതിയ തലമുറയെ അടക്കമുള്ള സമൂഹത്തെ 100% പറ്റിക്കുന്ന ഒരു ശൈലിയിലേക്ക് മലയാള സിനിമ മാറുന്നു. ഇവിടെ തെറ്റായ നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ പുറകെ ഓടാൻ തയ്യാറാകാൻ പറയുന്നു. അവിടെയാണ് ഞാൻ പറയുന്നത് പുത്തൻ പച്ച നോട്ടുകൾക്ക് വേണ്ടി എന്ത് വൃത്തികേടുകളും ഈ സമൂഹത്തിൽ വന്ന് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ
അതിനെ ശിരസാ വഹിക്കുന്ന പ്രേക്ഷകരല്ല ഈ സമൂഹത്തിനുള്ളത് എന്ന്. ആ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് സംസാരിച്ചത്. ബി ജെ പി ലൈനല്ല സർ. ബി ജെ പിക്ക് രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഇതിനകത്ത് കൃത്യമായ ബി ജെ പിയുടെ നിലപാടുകൾ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്, ജനറൽ സെക്രട്ടറി സംസ്ഥാന അധ്യക്ഷനും. അത് രാഷ്ട്രീയമല്ല, പ്രേക്ഷകന്റെ അഭിപ്രായത്തെ കോട്ട് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം. അത് യാഥാർത്ഥ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് ഒന്നും പറയാൻ പറ്റില്ല. ഒരു മിനിറ്റ് ഞാൻ വരാം. അഡ്വക്കേറ്റ് അസ്ക. അല്ല, അന്നത്തെ രീതിയിൽ കാണേണ്ടത് ഒരു പുതിയ മലയാള സിനിമയിലേക്കും കലയിലേക്കും ഒരു പുതിയ പ്രവണതയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എമ്പുരാൻ ഈ 17 വെട്ടുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ദൗർഭാഗ്യം എന്ന് പറയുന്നത്. അതിൽ ചരിത്രബോധത്തെ നിരാകരിക്കുകയോ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഇവിടെ. അപ്പോഴാ ഈ 17 കലയുടെ കാര്യമല്ലേ പറയുന്നത്. ഞാനിത് കലയുടെ കാര്യമല്ലേ പറയുന്നത്. 51 വെട്ടിന്റെ കാര്യം കിടന്നിക്കട്ടെ. ഇതില് 17 വെട്ടുമ്പോൾ ഉണ്ടാകുമ്പോൾ ഒരു പുതിയ തിരുത്തലുകളാണ് വരാൻ പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ മലയാള സിനിമയിലെ വില്ലൻ കഥാപാത്രങ്ങളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആ വില്ലൻ കഥാപാത്രങ്ങളെല്ലാം മുസ്ലിം നാമധാരികളാണ്. ഇനി നാളെ മുതൽ മുസ്ലിം നാമധാരികളെ വില്ലൻ കഥാപാത്രമായി അവതരിപ്പിക്കരുത് എന്ന് ഏതെങ്കിലും ആളുകൾ പറഞ്ഞു പോയാൽ അവിടെ വെട്ടേണ്ടി വരുന്നത് ഈ കലാകാരന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് ഒരൊറ്റ കാര്യം മാത്രമേ ഇക്കാര്യത്തിലുള്ളൂ. ഏ കൂൻ കെ പ്യാസി ബാത് സുനോ, പാർട്ടിക്കാർക്ക് നല്ലൊരു പാട്ട് കിട്ടി. അതല്ല, ഇത് ഞാൻ എന്റെ കവിതയല്ലെന്നേ. അവരോട് പറയണം ഈ രക്തദാഹികളെ കേൾക്കൂ, സത്യത്തിനായുള്ള പോരാട്ടം ശരിയെങ്കിൽ ഞങ്ങളത് നിറവേറ്റുക തന്നെ ചെയ്യും എന്ന് മാത്രമേ കാര്യത്തിൽ പറയാനുള്ളൂ. ഒരു മിനിറ്റ് പോലും ഇല്ല, പെട്ടെന്ന്. ഒറ്റ കാര്യമുള്ളൂ. അതായത് ഇവിടെ വീണ്ടും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം, ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന സാധനത്തെ വളരെ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയത് ഇവിടുത്തെ ബി.ജെ.പിയുടെ വക്താവ്. അദ്ദേഹത്തോട് വിയോജിപ്പോൾ വിനയപൂർവ്വം ഞാൻ പറയുന്നു. അതോടൊപ്പം തന്നെ അതിനുവേണ്ടി നിങ്ങൾ വാദിക്കും തോറും നിങ്ങൾ ഫാഷിസ്റ്റ് ആണെന്നുള്ളത് അതിവിടെ കൂടുതൽ വ്യക്തമാവുകയാണ് ചെയ്യുന്നത്. അത് ചെയ്യരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. എന്തായാലും എമ്പുരാൻ കത്തിക്കയറി എന്നായിരുന്നു ഇന്നലെ വരെയുള്ള റിപ്പോർട്ടുകൾ. ഇന്ന് എമ്പുരാനിൽ കത്തി കയറി ഇരിക്കുന്നു.